മലയാളികൾ എത്തിപ്പെടാത്ത മണ്ണില്ല ഈ ഭൂമിയിൽ. പ്രവാസി മലയാളികൾ ഒരുക്കുന്ന സാംസ്കാരിക സംഗമങ്ങൾ കേരള തനിമയുടെ നേർക്കാഴ്ചകളാണ്. മറുനാട്ടിലെ ഈ കേരള തനിമ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുകയാണ് കൈരളി പീപ്പിൾ TV. മറക്കാതെ കാണുക അരികെ എൻ കേരളം. ആകർഷകമായ പരസ്യവാചകത്തിലൂടെ മനുഷ്യ മനസ്സിൽ ഇടം പിടിച്ച ബ്രാൻഡ് നെയിമുകൾ നിരവധിയുണ്ട്. എന്നാൽ പരസ്യവാചകത്തിലൂടെ അതിന്റെ ഉടമ കൂടി പ്രേക്ഷകരിൽ ഇടം പിടിക്കുന്നത് അപൂർവമാണ്. ആ അപൂർവതയുടെ ഉടമയാണ് ഇന്ന് അരികെ എൻ കേരളത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്. ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനവുമായി നമുക്കേറെ സുപരിചിതനായ ശ്രീ അറ്റ്ലസ് രാമചന്ദ്രൻ. തൃശൂരിൽ കലാ സാംസ്കാരിക സമ്പന്നമായ കർഷക കുടുംബത്തിൽ ജനിച്ച് കൊമേഴ്സ് ബിരുദധാരിയായി കേരളം വിട്ട് ബാങ്ക് ഉദ്യോഗസ്ഥനായി ഡൽഹിയിലും തുടർന്ന് കുവൈറ്റിലും വിവിധ തസ്തികകളിൽ സേവനമനുഷ്ഠിച്ച് പിന്നീട് മനം മയക്കുന്ന മഞ്ഞലോകത്തിന്റെ വിശ്വസ്തനായ വ്യാപാരിയായി ജനകോടികളിൽ പ്രത്യേകിച്ച് മലയാളി മനസ്സിൽ ഇടം പിടിച്ച രാമചന്ദ്രൻ തന്റെ ജീവിതം പറയുകയാണ്. വളർച്ചയുടെ മധുരമൂറുന്ന കഥനം മാത്രമല്ല, തകർച്ചയുടെ കൈപ്പുനീര് കുടിച്ച് തളരാതെ പടവെട്ടിയ അനുഭവങ്ങൾ കൂടിയാണത്. കലാപാരമ്പര്യമുള്ള കുടുംബ പശ്ചാത്തലത്തിൽ വളർന്ന് കഠിനാധ്വാനത്തിലൂടെ സാമ്പത്തിക അഭിവൃദ്ധി പ്രാപിച്ചപ്പോൾ മലയാള സിനിമയ്ക്കും ഒരു പങ്ക് വീതിച്ചു നൽകി ഇദ്ദേഹം. വൈശാലി, സുഹൃതം, ധനം എന്നീ സിനിമകളുടെ നിർമ്മാതാവായും കൗരവർ, ഇന്നലെ, വാസ്തുഹാര, ചകോരം, അനന്തവൃത്താന്തം എന്നീ സിനിമകളുടെ വിതരണം ഏറ്റെടുത്തും മലയാള സിനിമയുടെ ഭാഗമായി. അതോടൊപ്പം ആനന്ദഭൈരവി, അറബിക്കഥ തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അഭിനേതാവിന്റെ റോളും ചെയ്തിട്ടുണ്ട്. 1962 2 കിലോ സ്വർണവും കുറച്ച് സ്വർണപ്പണിക്കാരുമായി കുവൈറ്റിൽ തുടക്കം കുറിച്ച് പിന്നീട് ദുബായ് അടക്കം മറ്റിടങ്ങളിലേക്കും അറ്റ്ലസ് എന്ന ബ്രാൻഡിനെ വളർത്തിയത് നിരവധി തകർച്ചകളെ മറികടന്നു തന്നെയാണ്. ദുബായ് ഗോൾഡ് ആൻഡ് ജ്വല്ലറി ഗ്രൂപ്പിന്റെ സെക്രട്ടറിയായും 1996 മുതൽ 3 വർഷം തുടർച്ചയായി ഗോൾഡ് പ്രൊമോഷൻ കമ്മിറ്റി ചെയർമാനായും ചുമതല വഹിച്ച രാമചന്ദ്രൻ ഈ മേഖലയിൽ ഗോൾഡ് പ്രൈസ് ഏകീകരിക്കുന്നതിലും മുഖ്യ പങ്കുവഹിച്ചു. തന്റെ വളർച്ചയോടൊപ്പം തന്നെ പ്രതിസന്ധികളും വിടാതെ പിന്തുടർന്ന രാമചന്ദ്രനെ ഇത്തവണ ജയിലറയുടെ രൂപത്തിലാണ് നിർഭാഗ്യം പിടികൂടിയത്. തന്റെ വിശ്വസ്തതയും സത്യസന്ധതയും കൈമുതലാക്കി അവിടെയും തളരാതെ പിടിച്ചുനിന്ന് പുതിയൊരു വെളിച്ചത്തിലേക്ക് നിറപുഞ്ചിരിയുമായി കടന്നുവരികയാണ് ശ്രീ രാമചന്ദ്രൻ തന്റെ വിശ്വസ്തരായ ജനകോടികളിലേക്ക്. ഇന്ന് നമ്മളോടുള്ളത് ശ്രീ M.M. രാമചന്ദ്രൻ, അറ്റ്ലസ് രാമചന്ദ്രൻ എന്നറിയപ്പെടും. വേറൊരു പേരും ഉണ്ട് അദ്ദേഹത്തിന്, ജനങ്ങൾ പ്രിയപ്പെട്ട പേര് കൊടുത്തിട്ടുണ്ട് എന്നാണ്, വൈശാലി രാമചന്ദ്രൻ. അദ്ദേഹത്തെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യും. നമസ്കാരം. ശ്രീ M.M. രാമചന്ദ്രൻ, പോപ്പുലർലി നോൺ ആസ് അറ്റ്ലസ് രാമചന്ദ്രൻ. ഞാൻ താങ്കളെ കാണുന്നത് 30 വർഷത്തിന് മുമ്പാണ് ആദ്യമായിട്ട്. അതെ. അതിനുശേഷം പല പ്രാവശ്യം നമ്മളെ കണ്ടു. പിന്നെ കുറച്ചു വർഷങ്ങൾ തിരോധാനത്തിലായിരുന്നു. അത് കഴിഞ്ഞ ശേഷം നമ്മൾ കാണുകയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. താങ്കളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമല്ല, 2-3 പ്രാവശ്യം ഉയർച്ചയും താഴ്ചയും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സ്വതന്ത്രനായിട്ട് തിരിച്ചു വന്നപ്പോൾ അങ്ങൾക്ക് തോന്നുന്നത് എന്താണ്? വീണ്ടും ഒരു അംഗത്തിന് സമയമുണ്ടോ? ആദ്യം തന്നെ എൻ്റെ പഴയൊരു സുഹൃത്തിനെ കണ്ടുമുട്ടി എന്നുള്ളത് എന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ശ്രീമാൻ ഐസക്കിനോട് എനിക്ക് വളരെ നന്ദിയുണ്ട്, വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ ഒരുമിച്ചിരിക്കാൻ സാധിക്കുന്നതിൽ. പിന്നെ ഈ ഉയർച്ച താഴ്ചയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ഈവൻ നമ്മുടെ ഹാർട്ടിൻ്റെ ECG എടുത്ത് നോക്കുമ്പോൾ നമ്മളെന്താ കാണുന്നത്? ഇങ്ങനെ ഉയർച്ചയും താഴ്ചയായിട്ടല്ലേ? അതേമാതിരി എൻ്റെ ജീവിതത്തിലും ഇങ്ങനെ ഉയർച്ചയും താഴ്ചയും അല്ലെങ്കിൽ വളർച്ചയും തളർച്ചയും എല്ലാം ഉണ്ടാകുന്നത് നല്ലതായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. കുവൈറ്റ് ക്രൈസിസിൽ അന്ന് പക്ഷേ ഇത്രയും പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. ശരിയാണ്, അവിടെ കുവൈറ്റിലെ എല്ലാ അസറ്റ്സും നഷ്ടപ്പെട്ടു. സ്വർണം നഷ്ടപ്പെട്ടു, ഷോറൂംസ് നഷ്ടപ്പെട്ടു. വീണ്ടും ദുബായിൽ നിന്ന് റീബിൽഡ് ചെയ്യേണ്ടി വന്നു. അന്ന് 1988 മാർച്ച് 30 ഇത് നമ്മുടെ ഷോറൂം ഇനോഗ്രേഷൻ. അന്നാണ് ഐസക്കിനെ കാണുന്നത്. അതിൻ്റെ അടുപ്പിച്ച് 2-3 ദിവസം മുമ്പൊക്കെ കണ്ടു. ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഐസക് ജോണാണ് ഇവിടുത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ് അന്നും
ഇന്ന് പിന്നെ പറയാനില്ലല്ലോ, ഇന്ന് ഏറ്റവും സീനിയർ മോസ്റ്റ് തന്നെ. ഈ ദുബായിൽ അന്ന് തുറന്നപ്പോൾ അതൊരു വലിയൊരു ഒക്കേഷനാക്കി മാറ്റി, നിങ്ങളുടെയൊക്കെ സഹായം കൊണ്ട്. അന്ന് താങ്കൾ അറിയപ്പെട്ടിരുന്നത് വൈശാലി രാമേന്ദ്രൻ എന്നായിരുന്നു. അതെ, അറ്റ്ലസ് എന്നുള്ള പേര് അത്രയും, അതായത് ഞാൻ പറഞ്ഞ 88-ലെ കാര്യമാണ്. അതെ, അന്ന് വൈശാലി എന്ന് പറഞ്ഞ മനോഹരമായ ഒരു കാവ്യാത്മകമായ ഒരു സിനിമ ഇറങ്ങി. അതിന്റെ നിർമ്മാതാവ് എന്ന നിലയിലാണ് അങ്ങ് ആദ്യമേ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചത്. പിന്നീടാണ് അറ്റ്ലസ് എന്നുള്ള ഒരു ബ്രാൻഡ് അംബാസഡറായിട്ടും ബ്രാൻഡിന്റെ ഓണറായിട്ടും പിന്നെ ഈ ആൾക്കാരുടെ മനസ്സിലേക്ക് ഇടം കയറിയത് ഇവിടെ ദുബായില്. പക്ഷേ കുവൈറ്റിലാണല്ലോ അറ്റ്ലസ് തുടങ്ങിയത്. അപ്പൊ ഏറ്റവും ആദ്യം അവിടെ കുവൈറ്റിൽ ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിരുന്നു അറ്റ്ലസ് രാമചന്ദ്രൻ എന്നുള്ള പേരിൽ. പക്ഷെ ഈ മീഡിയ ഒന്നും അന്ന് ഇത്ര വലുതായൊരു മീഡിയ കവറേജ് ഇല്ല. കുവൈറ്റിലത്തെ കാര്യങ്ങൾ കുവൈറ്റിൽ ഉള്ളവർ മാത്രം അറിയും. അതുകൊണ്ട് പൊതുവെ അന്ന് അറ്റ്ലസ് രാമചന്ദ്രൻ എന്ന് അറിയപ്പെട്ടിരുന്നില്ല. ശരിയാണ്. അപ്പം പിന്നെ വൈശാലി വന്നപ്പോൾ വൈശാലി രാമചന്ദ്രൻ എന്നുള്ള ഒരു നാമധേയം വന്നു ചേർന്നു. അതെന്തെന്നാൽ ആ പടം അത്ര നന്നായിട്ട് ജനം അപ്രീഷിയേറ്റ് ചെയ്തല്ലോ, അതിന്റെ പേരിൽ. ഈ കുവൈറ്റ് ക്രൈസിസിന് ശേഷം അങ്ങ് അതെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്നു. അതെ, വന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ട ആ സമയത്ത് അന്ന് നമ്മുടെ പത്രസമ്മേളനത്തിൽ ഇരിക്കുമ്പോൾ ഒരു തകർന്ന മനുഷ്യന്റെ ആത്മവിശ്വാസം അല്ലായിരുന്നു, തകർന്ന് എല്ലാം നഷ്ടപ്പെട്ട് വന്ന് അന്നും ആ ഒരു ശുഭാപ്തി വിശ്വാസവും ആത്മവിശ്വാസവും താങ്കൾ കാണിച്ചിരുന്നു. ഇന്ന് ഇത്രയൊക്കെ ഒരു മാതിരിയുള്ള തളർച്ചയും താഴ്ചയൊക്കെ ഏറ്റിട്ടും ഇന്നും ആ ഒരു തന്നെ വീണ്ടും ആ മുഖത്ത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് ഇനിയും വീണ്ടും ഇങ്ങനെ കയറി വരാവുന്നതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു റോഡ് മാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ദൈവം എന്നും എൻ്റെ കൂടെ ഉണ്ടാവും. അങ്ങനെയുള്ള ഈശ്വര വിശ്വാസം ഉള്ളതുകൊണ്ട് ആണ് എൻ്റെ ഈ ശുഭാപ്തി വിശ്വാസം, ആത്മവിശ്വാസം എല്ലാം വരുന്നത്. മനുഷ്യൻ എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വെറുതെ ഇരുന്നാൽ ഒരു ദൈവം പോലും തിരിഞ്ഞു നോക്കില്ല. അതുകൊണ്ട് എൻ്റെ ഫിലോസഫി എന്ന് പറയുന്നത് എവിടെയായിരുന്നാലും എന്ത് തന്നെ സിറ്റുവേഷൻ എത്ര തന്നെ മോശമായിരുന്നാലും നമ്മളതെല്ലാം മറന്ന് വീണ്ടും അധ്വാനിക്കുക. അതിനുള്ള ഫലം ദൈവം എപ്പോഴെങ്കിലും തരും, ഏത് ഫോമിലെങ്കിലും തരും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വളരെ നല്ല ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഇനി അങ്ങോട്ട് ഈ വീണ്ടും ഈ ഒരു ബിസിനസ് പൂർവാധിക ശക്തിയോടുകൂടി കൊണ്ടുവരാൻ കഴിയും എന്നങ്ങനെ എനിക്ക് തോന്നുന്നുണ്ടോ? അതെ, എനിക്ക് തീർച്ചയായും തോന്നുന്നു. എന്തെന്നാൽ ഇവിടെ കുവൈറ്റ് ക്രൈസിസ് വന്നപ്പോൾ ഒരൊറ്റ ഷോറൂം, ഞാൻ അതിൽ തന്നെ വളരെ ചെറിയൊരു പോർഷൻ മാത്രം ഡെക്കറേറ്റ് ചെയ്തിട്ട് തുടങ്ങിയത്. അതിനുശേഷമല്ലേ ഇവിടെ 19 ഷോറൂംസ് UAE-യിലും ഈ വേൾഡ് വൈഡായിട്ട് 48 ഷോറൂം ഉണ്ടാക്കാൻ സാധിച്ചത്. അതുപോലെ ഇനിയും ഒരു അംഗത്തിന് ബാല്യമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ആ വിശ്വാസത്തിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഈ സോഷ്യൽ മീഡിയയിൽ കൂടി എനിക്ക് കിട്ടുന്നതായ പിന്തുണ, ഈ ജനപിന്തുണയാണ് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. താങ്കളുടെ അറ്റ്ലസ് ജ്വല്ലറിയുടെ പരസ്യങ്ങളിലൊക്കെ വരുമായിരുന്നു. അപ്പോൾ ആൾക്കാർ അന്ന് അത്ര സീരിയസ് ആയിട്ട് അത് എടുത്തില്ല. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി താങ്കൾക്ക് ഒരു തളർച്ച വന്നപ്പോൾ ജനങ്ങൾ താങ്കളോട് കാണിച്ച സോഷ്യൽ മീഡിയയിൽ കൂടി കാണിച്ച ആ പിന്തുണ, അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായത് അവരെല്ലാം താങ്കളെ അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ ഹൃദയത്തിലേറ്റി എന്നുള്ളതാണ്. കാരണം എനിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓരോ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ട് അറ്റ്ലസ് രാമേന്ദ്രനെ ജയിലിൽ നിന്ന് വിടുന്നു, അദ്ദേഹം മോചിതനാകുന്നു എന്നുള്ള റൂമേഴ്സ് തന്നെ എത്രയോ പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടി എനിക്ക് എത്രയോ കോളുകൾ കിട്ടിയിട്ടുണ്ട്, ശരിയാണോ സത്യമാണോ എന്ന് അറിയാനായിട്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായത് സാധാരണ ഒരു ബിസിനസ്സുകാർ പലരും ദുബൈയുടെ അല്ലെങ്കിൽ നമ്മുടെ ഗൾഫിലെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ബിസിനസ്സിൽ വിജയ പരാജയങ്ങൾ ഒരു നിത്യസംഭവമാണ്. ഒരുപാട് ആൾക്കാർ നമ്മളെപ്പോലെയും അതുമായിട്ടുള്ള വലിയ ആൾക്കാരൊക്കെ ഇന്ന് ഈ ഒരു ക്രൈസിസിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ബിസിനസ്സുകാർക്ക് ഇപ്പം നോക്കുന്ന ഇവർ ക്രൈസിസ് നേരിടുന്നവർക്കും താങ്കളുടെ ഈ അനുഭവങ്ങളിൽ നിന്നും ഒരു പാഠവും ഒരു പ്രചോദനവും ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ആദ്യത്തെ പാഠം എന്നുള്ളത് തന്നെ ഒരു സ്ഥാപനത്തിൻ്റെ ഏറ്റവും വലിയ തലപ്പത്തിരിക്കുമ്പോൾ അതിന് താഴെ ഉള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായി നോക്കണം. അവരെ മാത്രം വിശ്വസിച്ചിട്ട് എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടക്കും എന്ന് വിചാരിക്കരുത്. ഇതാണ് ഞാൻ ഇപ്പോൾ പഠിച്ച പാഠം. ഈ സിനിമാ നിർമ്മാണം, താങ്കളുടെ ഒരുപാട് സിനിമ നിർമ്മിച്ചിട്ടുണ്ട്, അതോടൊപ്പം റിയൽ എസ്റ്റേറ്റിലേക്കും പോയിട്ടുണ്ട്.
അതെല്ലാം കൂടാതെ അഭിനയ രംഗത്തേക്ക് പോയിട്ടുണ്ട്. ഇത് നമ്മുടെ കോൺസെൻട്രേഷന് അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ ബിസിനസ്? ചോദ്യം വളരെ പ്രസക്തമാണ്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി? തീർച്ചയായിട്ടും എൻ്റെ അറ്റൻഷൻ കുറച്ച് ഈ അഭിനയ രംഗത്തേക്ക് പോയി. സിനിമ പ്രൊഡക്ഷൻ ഞാൻ വളരെ പണ്ടേ നിർത്തി. 1996 മറ്റോ ഈ സുഹൃതം എന്നുള്ള പടം റിലീസ് ചെയ്തതിന് ശേഷം ഞാൻ പ്രൊഡക്ഷൻ ചെയ്തിട്ടില്ല. ടോട്ടൽ എത്ര സിനിമ? ഞാൻ വെറും 3 പടങ്ങളെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൂ. വൈശാലി, ധനം, സുഹൃതം. പക്ഷേ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള നിലയ്ക്ക്, അതായത് ഔട്ട്റൈറ്റ് പർച്ചേസ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മിനിമം ഗ്യാരണ്ടി, അങ്ങനെയൊക്കെ നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് വളരെ കൂടുതലായിട്ട് അങ്ങനെയുള്ള പടങ്ങൾ വേറെ 10 എണ്ണം ഉണ്ട്. അഭിനയം വന്നിട്ടൊരു 10-20 സിനിമയിലുണ്ട്. അതെന്ന് വെച്ചാൽ അതൊക്കെ വളരെ ചെറിയ പോർഷൻസേ ഉള്ളൂ. സിനിമ നന്നായി ഓടിയാൽ, നന്നായി കളക്ട് ചെയ്യുമ്പോഴാണ് ഈ ആരൊക്കെയാണ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നതെന്ന് ജനം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ടു ഹരിഹർ നഗർ അല്ലെങ്കിൽ അറബി കഥ, അതിലെല്ലാം സിനിമ നന്നായി ഓടിയതുകൊണ്ട് രാമചന്ദ്രനെ എല്ലാവരും മനസ്സിലാക്കി. നേരെ മറിച്ച് ആനന്ദ ഭൈരവി ജയരാജ് ഡയറക്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്തതും അതിൽ ഫുൾ റോളാണ്, ഒരു ഫുൾ പിക്ചറിലുണ്ടായിരുന്നു. പക്ഷേ ആ സിനിമ അത്ര അധികം ഓടിയില്ല. കാരണം ക്ലാസിക്കൽ മ്യൂസിക്കും കഥകളിയുടെയൊക്കെ കുറച്ചൊരു കൂടുതലുണ്ടായിരുന്നു അതിൽ. അഭിനയിക്കേണ്ടി വന്നില്ല എനിക്ക്, വാസ്തവം പറയാ വെച്ചാൽ. എൻ്റെ ഡേ ടു ഡേ ലൈഫ് അങ്ങ് പോർട്രേ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എനിക്കത് കൂടുതൽ ഇഷ്ടമാവാനുള്ള കാരണം. ഈ ഒരു ക്രൈസിസ് സമയത്ത് താങ്കളോടൊപ്പം അടിയുറച്ചു നിന്നത്, എപ്പോഴും ഒരു തണലായിട്ടും ഒരു പ്രചോദനം അല്ല ശക്തിയായിട്ട് നിന്നത് താങ്കളുടെ വൈഫാണെന്ന് പറഞ്ഞു. അതെ അതെ. അന്ന് എന്തുകൊണ്ട് ആ ബുദ്ധി തോന്നിയില്ല? ആ സമയത്ത് വൈഫിനെ ഈ രംഗത്തേക്ക് കൊണ്ടുവരാനും ഈ ചുമതല ഏൽപ്പിക്കാനും? പലപ്പോഴും ഞാൻ എൻ്റെ വൈഫ് ഇന്ദു, ഇന്ദിര എന്നുള്ള പേര്, പക്ഷെ ഞാൻ ഇന്ദു എന്ന് വിളിക്കുന്നത്. ഇന്ദുവിനോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒന്ന് നമുക്ക് ഓഫീസ് വരെ പോകാം, അവിടെ കാര്യങ്ങളൊക്കെ നോക്കാം, പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൂടുതൽ സമയം ഹൗസ് വൈഫായിട്ട് ഇരിക്കാൻ തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. അണ്ടർ മൈ ഷാഡോ എന്ന് പറയേണ്ട കാരണം എന്താ വെച്ചാൽ അവളുടെ ഇൻഡിവിജ്വാലിറ്റി വളരെയധികം ഉണ്ട്. ഒരു ഡിസിഷൻ എടുത്താൽ മാറ്റാൻ ആർക്കും പറ്റില്ല. ആ ഇൻഡിവിജ്വാലിറ്റി പേഴ്സണാലിറ്റി ഒക്കെ ഉണ്ട്. അന്നത്തെ ഡിസിഷൻ ഞാൻ ബിസിനസ്സിൽ പോവില്ല എന്നുള്ളതായിരുന്നു. അതെ, ഇപ്പൊ പ്രോബ്ലം വന്നപ്പോൾ ഷാഡോയിൽ നിന്ന് പുറത്തേക്ക് വന്നു. ഇനി എന്തു മാത്രം ചെയ്താലേ സംഭവങ്ങൾ ശരിയായി നടക്കുള്ളൂ എന്നുള്ള ബോധ്യം വന്നപ്പോൾ പഴയതെല്ലാം മറന്നിട്ട് അതെല്ലാം നോക്കി നടത്തി എന്നെ സഹായിച്ചത് ഇന്ദു തന്നെയാണ്. ഇന്ദു എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഞങ്ങളുടെ വൈശാലിയിൽ ഒരു പാട്ട് ഇന്ദു പുഷ്പം എന്നുള്ളത്, ഇനി അത് ഭാര്യയ്ക്ക് ചെയ്ത ഒരു സമർപ്പണമാണോ ആ പാട്ട്, ഗാനം? തീർച്ചയായിട്ടും ഒരു സമർപ്പണമായിട്ട് കരുതേണ്ടതാണ്. കാരണം ഞാൻ ഏറ്റവും ആദ്യം ഈ ഒരു പടം നിർമ്മിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു. അപ്പോൾ MT വാസുദേവൻ നായരെ ആണ് ഞാൻ അപ്രോച്ച് ചെയ്ത്. അദ്ദേഹം ഒരു പടത്തിൻ്റെ സ്ക്രിപ്റ്റ് റെഡിയാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഭരതനെ പോയി കണ്ടു ഞങ്ങൾ. എന്നിട്ട് അങ്ങനെ ആ പടത്തിൻ്റെ ആദ്യം ചെയ്യുന്നത് പാട്ടുകൾ കമ്പോസ് ചെയ്യുക, റെക്കോർഡിങ് ചെയ്യുക. അതാണല്ലോ ആദ്യത്തെ. അന്നത് മദ്രാസിലായിരുന്നു. ആദ്യത്തെ ദിവസം തന്നെ ആദ്യത്തെ പാട്ടിൻ്റെ കമ്പോസിങ് എല്ലാം പറഞ്ഞു കൊടുത്തിട്ട്, സിറ്റുവേഷനും പറഞ്ഞു കൊടുത്തിട്ട് ONV സാറ് പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ഞാൻ എണീറ്റ് വരുമ്പോൾ തന്നെ കയ്യിൽ ഒരു കടലാസും കൊണ്ടുവരികയാണ്. ഇതാണ് ഞാൻ ആദ്യത്തെ പാട്ടിന് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം തന്നെ അതൊന്ന് റിസൈറ്റ് ചെയ്തു. ഇന്ദു പുഷ്പം ചൂടി നിൽക്കും രാത്രി. ഞാനങ്ങ് ഭയങ്കരമായിട്ട് ത്രിൽഡായിപ്പോയി. സാറിന് എങ്ങനെ അറിയാം എൻ്റെ ഭാര്യയുടെ പേര് ഇന്ദു എന്നാണെന്ന്? ഞാനത് പ്രൊഡ്യൂസറുടെ ഭാര്യയുടെ പേര് വെച്ചിട്ടൊന്നുമില്ല, എൻ്റെ മനസ്സിൽ തോന്നിയത്, എൻ്റെ ഭാവനയ്ക്ക് അനുസരിച്ച് ചെയ്തതാണ്. ഇനിയും ഉള്ള മുന്നോട്ടുള്ള ഒരു പൂർവാധിക ശക്തിയോടുകൂടി താങ്കൾ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. അതിനുവേണ്ടിയുള്ള റോഡ് മാപ്പ് റെഡി ആയിട്ടുണ്ടോ? അതായത് എൻ്റെ ആഗ്രഹം പറയാം. ഇപ്പോൾ നമുക്ക് അതല്ലേ പറയാൻ പറ്റും. അതെ, ആഗ്രഹം ഒരു ഷോറൂം ഇവിടെ ദുബായിൽ നമ്മൾ തുറക്കുന്നു. അതിന് ഓഫ് കോഴ്സ് ഇപ്പോൾ നമുക്ക് കുറച്ച് ഇൻവെസ്റ്റേഴ്സ് ആവശ്യം വരും.
ഉണ്ടാവും, ദൈവം എവിടുന്നെങ്കിലും കൊണ്ടുവന്ന് തരും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഒരു ഷോറൂം തുടങ്ങി അതിൽ നിന്ന് പിന്നീട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. 10 20 ഷോറൂം 2 കൊല്ലം കൊണ്ട് മറ്റും ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരാം. ഒന്നിൽ വെച്ച് തുടങ്ങുക ഈ UAE-യിൽ. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം. അതിൽ നിന്നുണ്ടാകുന്ന ലാഭം കൊണ്ട് തന്നെ ബാക്കി കൊടുത്തു തീർക്കാനുള്ളതെല്ലാം കൊടുത്തു തീർക്കണം. ഞാൻ ഇവിടുന്ന് വിട്ടുപോയില്ല എന്നുള്ളതാണ് ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ പ്രോബ്ലം വരണമെന്ന് അറിഞ്ഞപ്പോഴേ വേണമെങ്കിൽ വളരെ സുഖമായിട്ട് എവിടെയെങ്കിലും പോകാം. പക്ഷേ ഇവിടുത്തെ ഈ രാജ്യത്തിലത്തെ നിയമങ്ങൾക്ക് ഞാൻ സറണ്ടർ ചെയ്തു. അപ്പൊ അതനുസരിച്ചാണ് ഇങ്ങനെ. ഞാൻ ചോദിക്കട്ടെ, ഇത് ഈ ഒരു ക്രൈസിസ് വന്ന സമയത്ത് ബാങ്കുകളിൽ നിന്നുള്ള ഒരു പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ താങ്കൾ നേരിട്ട ആ വലിയ ക്രൈസിസ്, ആ ഒരു ഉണ്ടല്ലോ ബിസിനസിന്റെ ഒരു ഫെയിലുവർ, കാരണം ആ സമയത്ത് പോകേണ്ടത് അത് അവോയ്ഡ് ചെയ്യാമായിരുന്നു. വാസ് ഇറ്റ് ആൻ അവോയ്ഡബിൾ ക്രൈസിസ്? ഞാൻ കരുതുന്നത് എല്ലാം ദൈവഹിതം എന്ന് ഞാൻ പറയുള്ളൂ. ബാങ്കുകൾ ആ സമയത്ത് അവർ അങ്ങനെ ആക്ട് ചെയ്തു. അതിനിപ്പോൾ ഞാൻ ഒരാളെയും കുറ്റം പറയുന്നില്ല. ഒരു ബാങ്ക് നമ്മുടെ ക്രെഡിറ്റ് ലൈൻ കുറച്ചു, അത് സഡൻ ആയിരുന്നു. അന്ന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് ഞാൻ ഇന്ത്യയിൽ ഇതുമാതിരി ആക്ടിങ് ഒക്കെ ആയിട്ട് നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ തിരിച്ചു വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഒരു ലൈൻ കുറച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുണ്ടാവുന്നു, ഒരു ചെയിൻ റിയാക്ഷൻ വരുന്നു, വേറൊരു ഇൻസ്റ്റാൾമെന്റ്, സ്നോബോളിംഗ് ഇഫക്റ്റ്. അത് തന്നെ ഒരു ചെറിയ ക്രൈസിസ് അത് സ്നോബോൾ ആയിട്ട് വരുന്ന കൂടുതലായി. പെട്ടെന്ന് സെക്യൂരിറ്റി ചെക്ക് ഇടുന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അത് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു അവോയ്ഡബിൾ സിറ്റുവേഷൻ ആയിരുന്നു. കാരണം എനിക്ക് കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമായിരുന്നില്ല. ഒരു ഷോറൂം തുടങ്ങി പതുക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. 1990 സദ്ദാം ഹുസൈൻ കുവൈറ്റിൽ വന്നപ്പോൾ ഉണ്ടായ ആ ക്രൈസിസ്, അതിനെ അതിജീവിച്ച പോലെ ഇനിയും പറ്റും. അന്ന് അറ്റ്ലീസ്റ്റ് ജനപിന്തുണ ഇത്ര ഉണ്ടായിരുന്നില്ല. ഇന്ന് ജനം എൻ്റെ കൂടെയുണ്ട്, പിന്നെ ഞാൻ എന്തിനാ പറയുന്നത്? ഇതാണ് എൻ്റെ ഒരൊറ്റ മനസ്സിലുള്ള ഒരു വിചാരം. ഇത്രയേ ഉള്ളൂ. എത്ര ആളുകൾ അവരുടെ സ്നേഹവും പിന്തുണയും അതുപോലെ പ്രാർത്ഥനയും എനിക്ക് വേണ്ടി ചെയ്യുന്നു. നമ്മുടെ ഈ UAE ഓപ്പറേഷൻസിനെ മാത്രമേ ഇത് ബാധിച്ചിട്ടുള്ളൂ മെയിനായിട്ട്. നമുക്ക് ഗൾഫിൽ ബാക്കി ചില ഞങ്ങൾക്കറിയാം, ഒമാനിലെ 2 ഹോസ്പിറ്റൽസ് കൊടുക്കേണ്ടി വന്നു ഇതിന്റെ ഭാഗമായിട്ട്. വേറെ എവിടെയൊക്കെയാണ് ഇപ്പോൾ ഓപ്പറേഷൻസ് ഉള്ളത്? ഇപ്പോൾ സൗദി അറേബ്യയിൽ ഞങ്ങൾക്ക് 6 ഷോറൂംസ് ഉണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെ പുതിയ നിയമങ്ങൾ കാരണം നിതാഖാത്ത് ഇതൊക്കെ വന്നപ്പോഴേ അവിടുത്തെ സിറ്റുവേഷൻ ഒന്ന് മാറിയത് കൊണ്ട് 3 അവർ ക്ലോസ് ചെയ്തു. പക്ഷെ ബാക്കി 3 അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് സൗദി അറേബ്യയിൽ. പിന്നെ കുവൈറ്റില് വളരെ നന്നായി, അവിടെയല്ലേ, അവിടെ തന്നെ നന്നായി പോകുന്നുണ്ട്. ഒമാനിലെ സിറ്റുവേഷൻ അതും നല്ലതാണ്. മസ്കറ്റിലത്തെ ഒരു ഷോറൂമിന് വളരെയധികം സപ്പോർട്ട് കിട്ടുന്നുണ്ട് ജനങ്ങളുടെ, അതുകൊണ്ട് അതും നന്നായി പോകുന്നു. അതാണ് ഈ GCC കൺട്രീസ്. ഖത്തറിലെ അത്ര പോരാ, ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഒരു ഷോറൂം അവിടെ ഉണ്ട്. എന്റെ പ്രശ്നം, ഞാൻ ചെയ്യേണ്ട ജോലി ഞാൻ ചെയ്തില്ല. ആ ഒരു പാഠം പഠിച്ചു. എല്ലാവരും പഠിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒരു 1ാം ക്ലാസ്സിൽ പോയിട്ട് പഠിക്കാനുള്ളത് നാളേക്ക് വെച്ചാൽ എന്തുണ്ടാവും? സാധാരണ ആൾക്കാരുടെ ഇടയിലുള്ള ഒരു ധാരണ താങ്കൾ അങ്ങ് എല്ലാം തകർന്നു പോയിരുന്നു. പക്ഷേ ഈ ഒരു ബിസിനസ് അവിടെയൊക്കെ ഇപ്പോഴും ഫ്ലറിഷ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ സമാധാനമാണ്. ഇന്ത്യയിലെ ഓപ്പറേഷൻ എങ്ങനെയുണ്ട്? ഇന്ത്യയിൽ അറ്റ്ലസ് ജ്വല്ലറി ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയുണ്ട്. അതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അതിൻ്റെ ഷെയർസ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെ, അതിൽ ഷെയർ ട്രേഡിംഗ് ധാരാളം നടക്കുന്നുണ്ട്. അതിൽ വളരെയധികം ചെറിയ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. 5000 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട് ഇപ്പോൾ. അതിൻ്റെ ഷെയർ വാല്യൂ 10 രൂപ ഫേസ് വാല്യൂ ഉള്ള ഷെയർ 10 പലമടങ്ങ് ഇൻക്രീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് നല്ലൊരു സൂചന. അതെ, താങ്കളുടെ ഈ ശുഭാപ്തി വിശ്വാസത്തിന്റെ ആത്മവിശ്വാസത്തിന്റെ ഇതൊക്കെ തന്നെയാണ് ഇതെല്ലാം കോൺട്രിബ്യൂട്ട്സ് ടു വൺ അനദർ. അതായത് ഇതിന്റെ വില കൂടുമ്പോഴേ ശുഭാപ്തി വിശ്വാസം കൂടുമല്ലോ, അതുമാതിരി ഇത് ശുഭാപ്തി വിശ്വാസം കൂടുമ്പോഴേ നമ്മൾ എന്തെങ്കിലും ആക്ഷൻസ് എടുക്കും. അവിടെ വലിയ ഫ്രാഞ്ചൈസിങ് മോഡലൊക്കെ നമ്മൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതും ഈ കമ്പനിക്ക് നന്നായിരിക്കും. അവര് ചെയ്ത് അവിടെയുള്ള ഷെയർ ഹോൾഡേഴ്സിനൊക്കെ ബെനിഫിഷ്യൽ ആവും. അങ്ങനെയൊക്കെ ഇനിയിപ്പോ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇനിയിപ്പോ ഒരു സിനിമയിലൊരു റോൾ കിട്ടുകയാണെങ്കിൽ പോവോ? ഇല്ല, ഇനി അത് എന്തുകൊണ്ട് പോയി കൂടാ? എനിക്ക് ആദ്യത്തെ എൻ്റെ ഈ ബേർഡൻ, ഞാൻ
എന്തെങ്കിലും ആരുടെങ്കിലും കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് മടക്കി കൊടുക്കണം. അത് എൻ്റെ ജീവിതത്തിലത്തെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ സിനിമയല്ല വേറെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതുവരെ അത് ഫ്രോസൺ ആയിട്ട് തന്നെ കിടക്കും. എനിക്കൊരു കാര്യം മനസ്സിലായി, താങ്കൾ വലിയൊരു ദൈവവിശ്വാസിയാണ്. അതെ. അപ്പൊ ദൈവവിശ്വാസി വിധിയിൽ മനുഷ്യന് വിധി, ഡെസ്റ്റിനി, അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ട് അല്ലെ? ഭാഗ്യം. തീർച്ചയായിട്ടും. എന്ന് വെച്ചിട്ട് ഇതൊക്കെ എൻ്റെ വിധി എന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ ഇരിക്കില്ല എന്ന് മാത്രം. നമ്മൾ ചെയ്യാനുള്ളതെല്ലാം നമ്മൾ ചെയ്യണം. അത് ചെയ്തു കഴിഞ്ഞിട്ട് ഫലം അയ്യോ അത് കിട്ടിയിട്ട് ഞാൻ ഇനി അടുത്തത് ചെയ്യുള്ളൂ എന്ന് വിചാരിക്കാൻ പാടില്ല. ഫലം തരുന്നത് നോക്കുക വേണ്ട. അത് ദൈവം എന്താ വേണ്ടത് തരും. എൻ്റെ അച്ഛൻ എഴുതിയൊരു ചെറിയൊരു ഗാനമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അച്ഛൻ കവിയായിരുന്നല്ലോ. അത് അച്ഛൻ്റെ പേര് വി കമലാകര മേനോൻ. അദ്ദേഹം ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു, സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയി. പക്ഷെ അതിനൊക്കെ ഉപരി ഒരു പോയറ്റ് ആയിരുന്നു. പിന്നെ അക്ഷരശ്ലോക വിദഗ്ധൻ എന്നൊക്കെ പറയും ആളുകൾ. അതെ, അദ്ദേഹം എഴുതിയൊരു ഗാനത്തിന്റെ തുടക്കം മാത്രം ഞാൻ പറയാം. ഈ മായ നാടക ലീലയിൽ ഞാനൊരു എന്നും പറഞ്ഞിട്ടൊരു നല്ലൊരു ദൈവം എന്ത് പറഞ്ഞോ ഞാനത് ചെയ്യും, അതിന്റെ ഫലം ഞാൻ നോക്കില്ല. പഠിത്തം ആദ്യം വിവേകോദയം ബോയ്സ് ഹൈസ്കൂൾ, അത് വീടിന്റെ അടുത്ത് തന്നെ. അത് കഴിഞ്ഞിട്ട് ശ്രീ കേരളവർമ്മ കോളേജ്. അത് കേരളവർമ്മ കോളേജ് ഒരു മിക്സ്ഡ് കോളേജാണ്. അത് നല്ലൊരു അനുഭവമായിരുന്നു. ശ്രീ കേരളവർമ്മ കോളേജ്. ഗ്രാജുവേഷൻ ബികോം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡൽഹി പോവുക ചെയ്തത്. അന്ന് കേരളത്തിൽ ജോലിയൊന്നും ഇല്ലല്ലോ അധികം. എൻ്റെ ചേട്ടൻ അവിടെ ജോലി ഉണ്ട്. രവീന്ദ്രൻ എന്നാണ് ചേട്ടൻ്റെ പേര്. MMR മേനോൻ എന്ന് അബ്രിവിയേറ്റ് ചെയ്ത് അദ്ദേഹം ഇടാറുണ്ട്. അദ്ദേഹത്തിന് അവിടെ ജോലി ഉണ്ടായിരുന്നു ഡൽഹിയിൽ. അപ്പോൾ ഈ പരീക്ഷ എഴുതി പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ പോവാണ്. കാരണം ചേട്ടൻ ഡൽഹിയിൽ വന്നിരുന്നു. അത് 1962 മെയ് 1-ാം തീയതി. അച്ഛൻ ഗവൺമെന്റ് ജോലി എന്ന് പറഞ്ഞല്ലോ. അന്ന് ഇവരൊക്കെ വലിയ ലാൻഡ് ലോഡ്സ് ആയിരുന്നു. അപ്പൊ ഓണൊക്കെ വരുമ്പോഴേക്കും എത്രയോ വണ്ടികളിലാണ് നെല്ലും മറ്റേ കാഴ്ചക്കൊലകളും ഒക്കെ വരുന്നത്. അതങ്ങ് കഴിഞ്ഞിട്ട് പെട്ടെന്നാണ് 1956 ഒരു പുതിയ ഭൂനിയമം കൊണ്ടുവരുമെന്ന് പറഞ്ഞു. 87 അത് അവർക്ക് പാസ്സാക്കാൻ പറ്റിയില്ല പെട്ടെന്ന്. പക്ഷെ അപ്പോഴേക്കും ഇതെല്ലാം നിന്നു, ഈ വരവൊക്കെ നിന്നു. വീണ്ടും വളരെ വിഷമത്തിലായി ഞങ്ങൾ. അപ്പൊ ഉയർച്ച താഴ്ച ജീവിതത്തിലത്തെ അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഡൽഹിയിലേക്ക് പോകുന്നു ചേട്ടൻ്റെ കൂടെ. അവിടെ എത്തി ചെറിയൊരു ജോലിയിൽ തുടങ്ങുന്നു. കനറ ബാങ്കിൽ. അതെ, കനറ ബാങ്കിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ ഈവനിങ് ഡൽഹി സ്കൂൾ ഓഫ് ഇക്കണോമിക്സില് MA-ക്ക് ചേർന്നു. പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പ്രൊബേഷണറി ഓഫീസറായിട്ട് അപ്പോയിന്റ് ചെയ്തു. അവര് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലേക്ക് വിട്ടു. അങ്ങനെ കേരളം മുഴുവൻ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയി. അത് എന്തായാലും ഈ പുതിയ ഒരു യാത്ര തുടങ്ങിയാണ്. ഞങ്ങളുടെ ബിസിനസ് വീണ്ടും റീബിൽഡ് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. അതിന് വേണ്ട ദൈവ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നന്ദി. കൈരളി പീപ്പിൾ TV-യുടെ അരികേൻ കേരളത്തിലെ അതിഥിയായി വന്നതിൽ ഞാൻ തങ്ങളോട് നന്ദി പറയുന്നു. ഈ പേര് തന്നെ എനിക്ക് വളരെ അട്രാക്റ്റീവാണ്, ഈ പ്രോഗ്രാമിന്റെ പേര്. കാരണം എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത് തിരികെ ഞാൻ വരുമെന്ന് ഗ്രാമം കൊതിക്കാറുണ്ട് എന്ന പാട്ടും ഈ പ്രോഗ്രാമിന്റെ പേരും കൂടി വളരെ വളരെ സാമ്യം ഉണ്ടല്ലോ. അതിന് വേറൊരു അർത്ഥമുണ്ട്. തിരികെ താങ്കൾ വരുമെന്ന് താങ്കളുടെ ജനലക്ഷങ്ങൾ കോടികൾ അതും വളരെ ആശ്വാസകരമാണ്. അപ്പോ ഈ കൈരളി പീപ്പിൾ സംപ്രേഷണം ചെയ്യുന്ന അരികേൻ കേരളം എന്ന പരിപാടിയുടെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ നന്ദി, നമസ്കാരം.